ഞാൻ പറഞ്ഞിട്ടുണ്ട്, പോലീസുകാരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഇല്ല എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഇല്ല ഇത് എനിക്കിപ്പോഴും അറിയില്ല അത് പുലിപ്പല്ലാണെന്ന്. അതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവര് നോക്കുന്നുണ്ട് കാര്യങ്ങൾ. വേറെ ഒന്നും പറയാനില്ല പ്രത്യേകിച്ച്. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നാളെ 30-ാം തീയതി എന്റെ ഒരു പാട്ട് റിലീസാണ്, മോണലോ ആദ്യത്തെ ലവ് സോങ് ആണ്. അതാണ് പറയാനുള്ളത്. ഇല്ല മാഷെ. റാപ്പർ വേടന്റെ പ്രതികരണമാണ്. കഞ്ചാവ് താൻ ഉപയോഗിക്കാറുണ്ട് എന്ന് സമ്മതിച്ചിരിക്കുകയാണ് റാപ്പർ വേടൻ. അതേസമയം പുലിപ്പല്ല് കേസിൽ തനിക്ക് അറിയില്ല, അത് പുലിപ്പല്ലാണ് എന്ന് അറിയില്ല എന്നും റാപ്പർ വേടൻ പറയുന്നു. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട് എന്ന് സമ്മതിച്ചിരിക്കുകയാണ് റാപ്പർ വേടൻ. അതേസമയം പുലിപ്പല്ലിന്റെ കാര്യത്തിൽ തനിക്ക് അറിയില്ല, അത് പുലിപ്പല്ലാണോ എന്ന് അറിയില്ല എന്നും പറയുകയാണ്. എന്താണ് ഇപ്പോൾ റാപ്പർ വേടൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സഹിൻ? സ്വാതി, അതായത് ഈ വേടന് ഈ പറയുന്ന ആ പുലിപ്പല്ല് കൊടുത്തത് ശ്രീലങ്കയിൽ നിന്നും UK-യിലേക്കും ഫ്രാൻസിലേക്കും കുടിയേറിയ ഏതാനും ചില വ്യക്തികൾ ചേർന്നതാണെന്ന് അത്തരത്തിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരിനോട് വേടൻ മൊഴി നൽകിയിരുന്നത്. എന്തായാലും അത് ഒരു പുലിപ്പല്ലാണെന്ന് തനിക്ക് അറിവില്ലായിരുന്നു. അങ്ങനെ അറിവില്ലാതെയാണ് താനിത് കഴുത്തിലിട്ടതെന്നാണ് വേടൻ പറയുന്നത്. മറ്റൊന്ന് വേടൻ പറയുന്നത്, ഒരിക്കലും താൻ സിന്തറ്റിക് ഡ്രഗിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, കഞ്ചാവ് താൻ വലിക്കുമായിരുന്നു എന്നുള്ളതാണ് വേടൻ തുറന്ന് സമ്മതിക്കുന്നത്. ഇതിൽ ഒരു ഘട്ടത്തിൽ പോലും പുലിപ്പല്ലാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല കഴുത്തിൽ ധരിച്ചത്. അക്കാര്യം തന്നെ താൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്നത് മാത്രമേ എനിക്കും അറിയാൻ പാടുള്ളൂ എന്നുള്ളതാണ് വേടൻ പറയുന്നത്. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായും വേടൻ്റെ ഫ്ളാറ്റിൽ നിന്നും ഇന്നലെ 6 ഗ്രാം കഞ്ചാവ് പിടികൂടിയിരുന്നു. പക്ഷേ വേടൻ്റെ ശരീരത്തിൽ ധരിച്ചിരുന്ന മാല, ആ മാലയിൽ പുലിപ്പല്ലുണ്ടായിരുന്നു. ആ പുലിപ്പല്ല് വേടൻ അറിഞ്ഞുകൊണ്ടല്ല, പുലിപ്പല്ലാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ധരിച്ചതെന്നാണ് വേടൻ ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഗുരുതരമായ 9 വകുപ്പുകളാണ് വേടനെതിരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ചുമത്തിയിരിക്കുന്നത്. അതിൽ തന്നെ മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകൾ വേടനെതിരെ ചുമത്തിയിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വേടന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത ഇല്ല. ജാമ്യം ലഭിക്കാനുള്ള സാധ്യത തള്ളിക്കളയേണ്ടിയിരിക്കുന്നു. കാരണം 9 ഗുരുതര വകുപ്പുകൾ മൃഗവേട്ട അടക്കമുണ്ട്. ഇത്തരത്തിൽ ഈ നേരത്തെ ഈ ഒരു പുലി അടക്കമുള്ള മക്കളിൽ നിന്നും ഈ പല്ല് ഇവരെടുത്തത് പുലിയെ വേട്ടയാടി എടുത്തതാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കേസുകൾ വന്നാൽ ആദ്യം ഫോറസ്റ്റ് മൃഗവേട്ട ഉൾപ്പെടുത്തും. പിന്നീട് അദ്ദേഹത്തിന് ആ മൃഗവേട്ടയിൽ പങ്കില്ല എന്ന് വ്യക്തമാകുന്നതോടുകൂടി അദ്ദേഹത്തെ അതിൽ നിന്നും ഒഴിവാക്കുകയാണ്, അല്ലെങ്കിൽ ഈ കുറ്റവാളിയെ അതിൽ നിന്നും ഒഴിവാക്കുകയാണ് പതിവ്. അത് തന്നെയായിരിക്കും വേടന്റെ കാര്യത്തിൽ സംഭവിക്കുക. സഹിൻ, തുടരുക. എന്തായാലും ഈ വിഷയത്തിൽ ആദ്യമായാണ് വേടന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ വിശദീകരണം വന്നിരിക്കുന്നത്. താൻ കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട് എന്ന് വേടൻ സമ്മതിക്കുന്നു. അതേസമയം പുലിപ്പല്ല് കേസിൽ തനിക്ക് അറിവില്ല, അത് പുലിയുടെ പല്ലാണ് എന്ന് അറിയില്ല എന്നാണ് വേടൻ പറയുന്നത്. വേടന്റെ വാക്കുകൾ ഒന്നുകൂടി കേട്ടുവരാം. പറഞ്ഞിട്ടുണ്ട്, പോലീസുകാരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഇല്ല എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഇല്ല ഇത് എനിക്കിപ്പോഴും അറിയില്ല അത് പുലിപ്പല്ലാണെന്ന്. അതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവര് നോക്കുന്നുണ്ട് കാര്യങ്ങൾ. വേറെ ഒന്നും പറയാനില്ല പ്രത്യേകിച്ച്. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നാളെ 30-ാം തീയതി എന്റെ ഒരു പാട്ട് റിലീസാണ്, മോണലോ ആദ്യത്തെ ലവ് സോങ് ആണ്. ഇല്ല മാഷെ, സിന്തറ്റിക് ഡ്രഗ്സ് ഒന്നും ഉപയോഗിച്ചിരുന്നില്ല, ഒരു രാസലഹരി ഉപയോഗിച്ചിട്ടില്ല മാഷെ. ഞാൻ കഞ്ചാവ് വലിക്കുന്ന ആളാണ്, ഞാൻ കള്ളു കുടിക്കുകയും വലിക്കുകയും ചെയ്യുന്ന ആളാണ്, എല്ലാവർക്കും അറിയാമത്.